നമസ്കാരം. നീ മുസ്ലിം ആണോ? എങ്കിൽ നീ പഠിക്കണ്ട. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്നത് നിങ്ങൾ കേട്ടാൽ എന്താ ചെയ്യും? സഹിച്ചിരിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ ഒരു സ്കൂളിനോ അല്ലെങ്കിൽ ഒരു കോളേജിനോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സ്വയമേ എങ്ങനെ ആകുമെന്ന് ചോദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടോ? അത് നമ്മുടെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ പോകുന്നുണ്ടോ? ഇതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇത് വേറെ എവിടെയുമല്ല, ഈ ഇന്ത്യയിൽ, ഈ നാട്ടിൽ തന്നെയാണ്. നാഗ്പൂർ എന്ന ഇന്ത്യയുടെ പ്രശസ്തമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിക്രൂരമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയോടും വിദ്യാർത്ഥിയുടെ കുടുംബത്തിനോടും പെരുമാറിയിരിക്കുകയാണ് ഒരു സ്കൂൾ മുഴുവൻ. ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചെയ്തത് കുറ്റമാണ്. ഇത്തരമൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മനോഭാവമൊക്കെ എന്തായിരിക്കുമെന്നും അവർ വളർന്നു വരുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും എത്തിച്ചേരുക എന്നതൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നാഗ്പൂരിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പ്രവേശനം നിഷേധിച്ച സ്കൂൾ അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 2025-26 അധ്യയന വർഷത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകരുതെന്ന് നിർദ്ദേശിച്ചെന്ന പരാതിയെ തുടർന്നാണ് സിറ്റി പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. വളരെ പെട്ടെന്ന് തന്നെ അതിന് തീരുമാനമെടുക്കുകയും ചെയ്തതിന് പോലീസിന് എല്ലാവർക്കും വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എന്നാൽ സ്കൂളിലാണ് ഇത് സംഭവിച്ചതെന്നതാണ് വളരെയധികം നിർണായകമായ കാര്യം. അതും മുസ്ലിം പെൺകുട്ടികൾക്കാണ് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. മെയ് 8-ന് 6ാം ക്ലാസ് പ്രവേശനത്തിനായി തന്നെ ഒരു കുട്ടിയുടെ കുടുംബം സ്കൂളിനെ സമീപിച്ചു. അങ്ങനെ സമീപിച്ചപ്പോഴാണ് സീറ്റ് ഒഴിവില്ല എന്ന് പറഞ്ഞ് സ്റ്റാഫ് അവരെ ഒഴിവാക്കിയത്. സീറ്റ് ഒഴിവില്ലെങ്കിൽ സ്റ്റാഫ് അവരെ ഒഴിവാക്കിയത് നല്ല കാര്യം, അല്ലെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. കൂടുതൽ കുട്ടികളെ ഇരുത്തി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പിന്നീട് അങ്ങനെ സീറ്റ് ഒഴിവില്ലെന്ന് സ്റ്റാഫ് അംഗം അനിത ആര്യ അവരോട് പറഞ്ഞത് പ്രമാണിച്ച് അസിസ്റ്റന്റ് ടീച്ചർ നടത്തിയ അന്വേഷണത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ പ്രവേശിപ്പിക്കരുതെന്ന് സ്കൂൾ ട്രസ്റ്റിയായ രാജേഷ് ലാൽവാനി നിർദ്ദേശം നൽകിയതായാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. തുടർന്നുള്ള സംഭവം പ്രിൻസിപ്പലിനെ അറിയിക്കുകയും അവർ വിദ്യാർത്ഥിയുടെ കുടുംബത്തോട് പോലീസിൽ പരാതി നൽകാൻ പറയുകയും ചെയ്യുകയായിരുന്നു. പ്രിൻസിപ്പലിന്റെ കയ്യിൽ പോലും നിൽക്കുന്നില്ല എന്നും മാനേജ്മെന്റ് കയ്യിലാണ് ആ സ്കൂളെന്നും മാനേജ്മെന്റ് പറയുന്ന കുട്ടികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നൊക്കെ പറയുന്നത് കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകാതെ ഈ നിയമത്തിന് അനധികൃതമായി തന്നെ പോകുന്നതാണ്. നിയമം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞാൽ നൽകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നിയമം വളരെയധികം സംരക്ഷിക്കപ്പെടുന്നതുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന നമ്മുടെ ഈ ഡെമോക്രസി എന്ന രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകാത്തൊരു കാര്യം തന്നെയാണ്. മെയ് 13-ന് മഹാരാഷ്ട്ര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് അയച്ച പരാതിയെ തുടർന്ന് തന്നെയാണ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അന്വേഷണം നടത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മതവികാരം വ്രണപ്പെടുത്തുകയും കുടുംബത്തെ മാനസികമായി തളർത്തുകയും ചെയ്തതിന് 3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 299 പ്രകാരം ഏതെങ്കിലും വർഗത്തിലെയോ മതത്തിന്റെയോ മതവിശ്വാസങ്ങളെയോ അവഹേളിച്ചുകൊണ്ട് അവരുടെ മതവികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവം ദുരുദ്ദേശപരവുമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസ്. ഈ പ്രവൃത്തി ഭരണഘടനാ മൂല്യലംഘനം നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമായി തന്നെ കണക്കാക്കുന്നു എന്ന് പറയുന്നു. സ്കൂൾ പിന്നീട് പ്രവേശന നടപടികളൊക്കെ തന്നെ പുനരാരംഭിക്കുകയും ആവശ്യമായ രേഖകൾ കുട്ടികളോട് സമർപ്പിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു കുട്ടിയുടെ മതത്തിന്റെ പേരിൽ അതിന്റെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കുക എന്നത് വളരെ ക്രൂരമായ ഒരു കാര്യം തന്നെയാണ്. ക്രൂരം എന്ന് തന്നെയാണ് അതിനെ വിളിക്കാൻ സാധിക്കുക. മറ്റെന്തെങ്കിലും കാരണമാണ് ആ കുട്ടിക്ക് നേരെ പഠിത്തമില്ലെങ്കിലോ അല്ലെങ്കിൽ അതിന് നേരെ പഠനശേഷി ഇല്ലെങ്കിലോ ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസം മാറ്റിവെക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. അതും വളരെയധികം നിയമപരമായി തെറ്റാണ്. എന്നാൽ മതത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന് ഇറക്കി വിടുക അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ സമൂഹത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം ക്രൂരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പോലും വളരെയധികം നാണക്കേടാണ് തോന്നുന്നത്.